ഒരു പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ലോ. പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തു. അത് സ്പീക്കറെ അറിയിച്ചു. ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക ഞാൻ പറഞ്ഞു. അതില് അതെ ഒരു കാര്യം KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് നടപടിയെടുക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. എല്ലാ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഏതോ ഒരു സ്ഥലത്തെ മാധ്യമ സമ്മേളനത്തിൽ തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന 25-ൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ്. 25 കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന മുൻ KPCC പ്രസിഡന്റ്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വർക്കിംഗ് പ്രസിഡന്റ്മാർ ഇവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ 25-ൽ കുറയാത്ത ആളുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ തീരുമാനമെടുത്തത്. ഞാൻ മാധ്യമങ്ങളുടെ വാർത്തയ്ക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല. മുതിർന്ന നേതാക്കന്മാരുമായും AICCയുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. രാഷ്ട്രീയത്തിൽ കമ്പാരിസണുണ്ട്. കമ്പാരിസൺ രാഷ്ട്രീയത്തിൽ അത്ര അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു MLA ആയ വ്യക്തിയെ പാർട്ടി പോസ്റ്റിൽ നിന്ന് പുറത്താക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, ആ സസ്പെൻഷൻ നടപടികളൊന്നും പിൻവലിക്കാതിരിക്കുകയും അദ്ദേഹത്തെ ഒരു പാർട്ടി പരിപാടിയിൽ ഔദ്യോഗിക സഹകരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ, കളവ് കേസിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ഗൂഢാലോചനയിലും പങ്കാളിത്തത്തിലും പ്രതിയായ ആളുകൾ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളെയും ജനങ്ങൾ ശരിക്ക് തിരിച്ചറിയുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അത് മാധ്യമങ്ങളോട് ഇപ്പൊ പറയാനായിട്ടില്ല. അത് അതിനൊക്കെ മറുപടി പറഞ്ഞതാണ്. എന്റെ മുൻപിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, പോലീസിന്റെ മുൻപിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും പരാതി വന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. എന്റെ മുമ്പിൽ പരാതി, പ്രത്യേക കേസായിട്ട് എന്റെ മുമ്പിൽ ആളില്ലാ പരാതി, സ്ഥലമില്ലാ പരാതി എന്റെ മുമ്പിൽ വന്നത് നിങ്ങൾക്കറിയാം, മിനിഞ്ഞാന്നാണ്. അപ്പോൾ തന്നെ ഞാനത് DGPക്ക് ഫോർവേഡ് ചെയ്തു. ബാക്കി സംഘടനാ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യും. അതിനെ തിരക്കില്ല കേട്ടോ, അതിന് തിരക്കില്ല. അതിപ്പോ വെളിപ്പെടുത്തുന്നില്ല. സംഘടനയുടെ ഇന്നർ കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഇപ്പോൾ പറയേണ്ടതില്ല. തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കും. നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞാൻ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നു പറഞ്ഞു. അതെ, കോടതി വിധി വന്നാലും നമുക്ക് സമയമുണ്ടല്ലോ, വരുന്നതിന് മുമ്പ് സമയമുണ്ടല്ലോ. അതിനെ ഞാൻ പറഞ്ഞേ, ഐ വിൽ യൂസ് ദി ആപ്പ് ടൈം ഫോർ ദി ആപ്പ് ഡിസിഷൻ. കൃത്യമായ ചോദ്യമാണ്. ഒരു കളവ് കേസ്, ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വിശ്വാസം സംരക്ഷിക്കാൻ കാവലേർപ്പെടുത്തിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കാവലാൽ തന്നെ കള്ളനാകുന്നു. അദ്ദേഹം സ്വന്തം കൈപ്പട കൊണ്ട് പച്ചമഷിയിൽ മിനിറ്റ്സ് എഴുതിയിട്ട് അവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ തെറ്റായ തീരുമാനമെടുക്കുന്നു. അദ്ദേഹത്തെ പോലീസ് SIT അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു. അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്യുന്നു. അതൊരു സീരിയസ് കേസ് അല്ലെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ അതൊരു വളരെ ഗൗരവമുള്ള കേസാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവത്തിൽ കാണുന്ന കേസാണ്. വിശ്വാസ സമൂഹത്തെ അലട്ടുന്ന വലിയ പ്രശ്നം തന്നെയാണ്. അതിന് പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ്. വേറാസ്
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.